എറണാകുളം ചെല്ലാനത്ത് നടന്നത് പോലീസിന്റെ അതിരുവിട്ട അതിക്രമത്തെ തുടർന്നുള്ള അപകടമാണോ, അതോ അപകടത്തിന്റെ പേരിൽ പോലീസിനെ ബോധപൂർവം കുരുക്കിയതാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ 2 നാളായി നമ്മൾ തേടിക്കൊണ്ടിരുന്നത്. പോലീസിനെ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയെന്ന വാദത്തിൽ തുടക്കം മുതൽ ഉറച്ചുനിന്ന പോലീസ് അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി ഇന്ന് പുറത്തുവിട്ടു. യുവാക്കൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾ എന്നതിന് CCTV ദൃശ്യങ്ങൾ തന്നെ തെളിവായി മാറുമ്പോൾ മറുവശത്ത് അവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത് എന്നതുകൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ്. പോലീസിനെ തുടക്കത്തിൽ പ്രതിക്കൂട്ടിലാക്കിയ ചലാനത്തെ വാഹനാപകട കേസിലെ നിർണായക വഴിത്തിരിവെന്തെന്ന് വിശദമാക്കും ക്രൈം ഫയൽ സ്പെഷ്യൽ സ്റ്റോറിയിലൂടെ കൊച്ചിയിൽ നിന്ന് എസ് അരുൺ ശങ്കർ. ഡിസംബർ 24 പുലർച്ചെ കണ്ണമാലി പോലീസ് ചെല്ലാനത്ത് വെച്ച് വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനാ സംഘത്തിന് മുന്നിലേക്കാണ് ആലപ്പുഴ കൊമ്മാടി സ്വദേശിയായ അനിൽ രാജേന്ദ്രനും രാഹുലും വന്നുപെടുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷവും കഴിഞ്ഞാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങിയത്. ഇവർ സഞ്ചരിച്ച ബൈക്കിന് പോലീസ് കൈ കാണിക്കുന്നു. തുടർന്ന് പോലീസ് തങ്ങളെ ബൈക്കിൽ നിന്ന് വലിച്ചു താഴെയിട്ടു എന്നുള്ളതാണ് അനിൽ രാജേന്ദ്രന്റെ ആരോപണം. അതുമാത്രമല്ല, നിലത്ത് വീണ് പരിക്കേറ്റ അനിലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് കൂട്ടാക്കിയില്ലെന്നും സുഹൃത്തായ രാഹുൽ ആരോപിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. മനുഷ്യത്വരഹിതമായി പെരുമാറി എന്നത് മാത്രമല്ല, കൃത്യമായ ഇടപെടൽ പോലീസ് നടത്തിയില്ലെന്നും ആരോപണം ഉയർന്നു. എന്നാൽ തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളുമായിട്ടാണ് ഇന്ന് പോലീസ് രംഗത്ത് വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന്, അനിൽ രാജേന്ദ്രനും സുഹൃത്തായ രാഹുലും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അമിത വേഗത്തിലായിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യമാണ് ഒന്ന്. രണ്ടാമത്തെ CCTV ദൃശ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത്, സുഹൃത്തായ രാഹുൽ പറഞ്ഞത് പരിക്കേറ്റ് റോഡിൽ വീണ അനിലിനെ ബൈക്കിലെടുത്ത് വെച്ച് തൻ്റെ ബെൽറ്റും അതോടൊപ്പം തന്നെ ബനിയനും കൊണ്ട് കെട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അത്രയ്ക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലൂടെ രാഹുൽ പറയാൻ ശ്രമിച്ചത്. എന്നിട്ടും പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല. പക്ഷേ ഈ വാദം പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് രണ്ടാമത്തെ വീഡിയോ പുറത്തുവിട്ടത്. ആ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ആലപ്പുഴയിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അനിലുമായി രാഹുൽ എത്തുന്ന ദൃശ്യമാണ്. ബൈക്കിലെത്തുമ്പോൾ ഒരു തരത്തിലുള്ള കെട്ടുപാടുകളും ഉണ്ടായിരുന്നില്ല. അതായത് സാധാരണഗതിയിൽ ബൈക്കിൽ സഞ്ചരിക്കുന്ന പോലെയായിരുന്നു അനിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതും ആശുപത്രിയിൽ കയറി പോകുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. മുഖത്ത് പരിക്കേറ്റതിൻ്റെ പാടുണ്ട്. പക്ഷേ രാഹുൽ അനിലിനെ ശരീരവുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു രേഖയും പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അനിൽ മദ്യപിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണത്. അതായത് പോലീസ് തയ്യാറാക്കിയ കുറിപ്പിലാണ് അനിലിന് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൂടെ പോലീസ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് മദ്യപിച്ച് അമിത വേഗത്തിൽ വണ്ടി ഓടിച്ച് വന്ന് മറിഞ്ഞു വീഴുകയായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് ഈ വാഹന പരിശോധനാ സ്ഥലത്ത് വെച്ച് നടന്ന സംഭവം ഇപ്രകാരമാണ്. അതായത് ASI വാഹനത്തിന് കൈ കാണിക്കുന്നു, എന്നാൽ വാഹനം നിർത്താതെ മുന്നോട്ടെടുക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന ഡ്രൈവറായ ബിജുമോനെ ഇടിച്ചിരുന്നു. അതിനുശേഷം നിയന്ത്രണം വിട്ട് ബൈക്കിൽ പോയി മറിയുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ബിജുമോന് ഗുരുതര പരുക്കുണ്ട്. ബിജുമോന്റെ കൈക്ക് പൊട്ടലുണ്ട്, കൈക്കുഴ തെറ്റിയിട്ടുണ്ട്. ബിജുമോൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പരാതിക്കാരനായ അനിൽ രാജേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. പോലീസിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ച അനിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു വരുന്ന ആളുടെ കൈ കാണിച്ച് നിർത്താതെ അവർ ഇങ്ങനെ പോലീസുകാർക്ക്
പരിക്ക് പറ്റിയിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ. അവർക്ക് പരിക്കുണ്ട്. അന്ന് ഉടൻ തന്നെ പോലീസുകാരെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. പോലീസ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് അവർ പ്രോപ്പറായി ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തുള്ള സംഭവമാണ്. എന്തായാലും അവർ ആ സമയത്ത് അവരെയും ഹോസ്പിറ്റലിലേക്ക് ജീപ്പിൽ മറ്റ് പോലീസുകാരെ കൊണ്ടുപോകുമ്പോൾ അവരെയും കയറാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കയറിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലായത്. അവരൊരു പരാതി കൊടുത്തിട്ടുണ്ട് ആലപ്പി ജില്ലാ പോലീസ് മേധാവിക്ക്. ആ പരാതി എനിക്ക് ലഭിച്ച് കിട്ടിയിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് ആവശ്യമുള്ള നടപടികളുണ്ടാവും. ഈ ഒരു വിഷയത്തിലൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. ആ കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കും. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ നേരത്തെ അല്ല ഉന്നയിച്ച തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് കൂട്ടാക്കിയില്ല എന്ന് പറയുന്ന വാദവും പോലീസ് തള്ളിക്കളയുന്നുണ്ട്. പോലീസ് പറയുന്നത് പരിക്കേറ്റ ഡ്രൈവറായ ബിജുമോനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നേരം അനിലിനോടും പോലീസ് വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് കൂട്ടാക്കിയില്ല. തങ്ങൾ അല്ലാതെ സ്വന്തമായി ആശുപത്രിയിൽ പൊക്കോളാം എന്ന മറുപടിയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വലിയ വിമർശനങ്ങൾ ഉയർന്ന പോലീസാണ് തങ്ങളുടെ ഭാഗം ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാനായിട്ട് ഇത്തരം രേഖകളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് പോകും. സുജയ് എഡ്വേർഡിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.